43ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷന് പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. അണക്കര ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമാനാലിന്റെ നേതൃത്വത്തിലാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ നടക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുപ്പിറവി ആഘോഷ ഒരുക്കങ്ങളുടെയും സീറോ മലബാർ സഭയുടെ സാമുദായിക ശാക്തീകരണ വർഷാചരണത്തിന്റെയും ഭാഗമായാണ് 43ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത്. പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ 5 ദിവസത്തെ കൺവെൻഷന്റെ ഉദ്ഘാടനം മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ആ ഒരു വചനത്തിന്റെ അർത്ഥം നാം ഗ്രഹിക്കുക ഭൂമി കൈവശമാണ്. പിന്നീട് കർത്താവ് പറയും, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. കരുണയുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നന്മയുടേതായ ലോകം. മനുഷ്യന്റെ നന്മയുടേതായ ലോകം സഭയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഒരു നല്ല ശതമാനം പ്രവർത്തിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളെപ്പോലുള്ളവരും നമ്മുടെ സഭയിൽ, നമ്മുടെ രൂപതയിലെ ഒക്കെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ശൃംഖല ഒന്ന് പരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ചെയ്യുന്ന കരുണയ്ക്ക് പകരമായി നമുക്ക് കരുണ ലഭിക്കുമെന്നുള്ള വചനത്തിൻ്റെ അർത്ഥം. അണക്കര മരിയൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമാനാലും സംഘവുമാണ് 5 ദിവസം നീളുന്ന കൺവെൻഷൻ നയിക്കുന്നത്. യോഗത്തിൽ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മുടെയൊക്കെ അമ്മമാരുടെ കാര്യം അങ്ങനെയാണല്ലോ. അമ്മയെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതുമെല്ലാം നമുക്ക് വലിയ പാഠമാണ്. നമ്മുടെ ബൈബിൾ കൺവെൻഷനിൽ ഞാൻ ദീർഘമായ സമയം എടുക്കുന്നില്ല. വടംബലാനച്ചൻ്റെ സമയം സംസാരിക്കാനുള്ളതായി കഴിഞ്ഞ 2 കുഞ്ഞ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. പ്രസംഗവും രൂപാന്തരീകരണത്തിൻ്റെ മലയുമൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രോട്ടോസിഞ്ചലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തലത്തിൽ, മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ, റവറൻഡ് ഫാദർ ജോസഫ് മുത്തനാട്ട്, റവറൻഡ് ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. രൂപതയുടെ എല്ലാ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസ സമൂഹം ഒത്തുചേരുന്ന കൺവെൻഷനാണ് തുടക്കമായത്. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3:30 ജപമാലയോടുകൂടിയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത്. 4 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് വചനപ്രഘോഷണവും നടക്കും. 9 മണിക്ക് ദിവ്യകാരുണ്യ ആരാധനയോടെയാണ് കൺവെൻഷൻ സമാപിക്കുന്നത്. കൺവെൻഷൻ ദിവസങ്ങളിൽ കുമ്പസാരത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൺവെൻഷന്റെ സമാപന ദിവസമായ ഡിസംബർ 23 മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പോലീത്ത സമാപന സന്ദേശം നൽകും. രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി വിശ്വാസികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കാനായി പാലായിലേക്ക് എത്തുന്നത്. പാലായിലെത്തുന്ന വൻ ഭക്തജന സഞ്ചയത്തിനായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.